അർദ്ധരാത്രി മുഴുവൻ മെത്തയിൽ കിടന്നുറങ്ങിയ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ, പുഞ്ചിരിയാകുന്ന പൂഞ്ചോലയിൽ വഞ്ചനയുടെ നെഞ്ചുകലക്കി കൊഞ്ചുപിടിച്ച ഇഞ്ചക്കാടൻ മത്തായുടെ മകൾ കാഞ്ചനയെ പോലെ, ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തുന്ന കോമഡിയും മിമിക്സും പിന്നെ ഞാനും എന്ന പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. Let us start the battery of the everyday Novena Gold, Panpara, Gans and 400 piece and Kaja Bidi. Thank you, sir. ഒരുപാട് ഹാസ്യതാരങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നും നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് ഹാസ്യതാരങ്ങളുണ്ട്. എന്നാൽ നമ്മൾക്കൊരിക്കലും ലോക ജനതയ്ക്ക് തന്നെ മറക്കുവാൻ പറ്റാത്ത ഒരു വലിയ ഹാസ്യ സാമ്രാട്ട് അദ്ദേഹമാണ് ഇനി ഇവിടെ വരുന്നത്, മിസ്റ്റർ ചാർലി ചാപ്ലിൻ. ഇനിയും ഒരുപാട് വിശിഷ്ട വ്യക്തികൾ ഈ വേദിയിൽ ഇരിപ്പുണ്ട്. എന്താ സംഘാടകരില്ലേ? ഇത് ആരെയും കയറി പറഞ്ഞേ? ഹലോ നിങ്ങളൊന്ന് നോക്കിയത് ആരാ? സംസാരിക്കണോ? അതാരേത്? അവര് പോണതിന് മുമ്പ് സംസാരിക്കില്ലേ? എവിടെ പോണേ? ഹലോ ഇവിടെ വഴിയൊന്നുമില്ല. നിങ്ങൾ ആരിത് എന്താ ഇത്? ആരീ കള്ളു കുടിച്ചിട്ടൊക്കെ കയറി വരുന്നവിടെ? അറിയാൻ പാടില്ല. എന്താ എനിക്ക് രണ്ടു വാക്കും സംസാരിക്കാൻ. ആരോട്? ഇവരോടൊക്കെ രണ്ടു വാക്കും സംസാരിക്കണമെന്ന്. ഇവരോട് രണ്ടു വാക്ക് സംസാരിക്കണം ഇങ്ങോട്ട് കയറുന്നത്? അത് കുറച്ച് കഴിയട്ടെ, പിന്നാട്ടെ. എനിക്ക് സംസാരിക്കണം. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോഴല്ലേ സംസാരിക്കും, പിന്നെ എല്ലാവരും വീട്ടിൽ പോയി സംസാരിക്കാൻ പറ്റും. അങ്ങനെ സംസാരിക്കില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞെ, ഇത് മാനം മര്യാദയ്ക്ക് നടക്കുന്ന ഒരു നല്ല ഫംഗ്ഷനാണ്. വെറുതെ കള്ളു കുടിച്ച് വന്നിട്ട് ഇവിടെ കുളവാക്കരുത്. അങ്ങനെ ഞാൻ സംസാരിക്കുള്ള ഞാൻ സംസാരിക്കും. എവിടെയോ എനിക്ക് സംസാരിക്കണം. നിങ്ങൾ ആരും ഇല്ല ഇവിടെ? ഞാൻ കാര്യം പറയട്ടെ. ഇത് നമ്മുടെ എന്ത്? നിങ്ങൾ ആ കാര്യം പറഞ്ഞിട്ട് ഇവിടെ പോകും. ഇവിടെ എല്ലാവർക്കും സംസാരിക്കും. എനിക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന്. പെട്ടെന്ന് ചോദിച്ചിട്ട് പൊക്കോളൂ. ഓക്കെ, പെട്ടെന്ന് ചോദിച്ചിട്ട് പോണം. പെട്ടെന്ന് ചോദിച്ച് ഇവിടെ പോകണം കേട്ടോ. അങ്ങനെ ചോദിക്കും. പ്രധാനമന്ത്രി. അതെ, ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ പെട്ടെന്ന് ചോദിച്ചിട്ട് പോണം. കാരണം പ്രധാനമന്ത്രി ഒന്നും സംസാരിച്ചിട്ടില്ല. പ്രധാനമന്ത്രി സംസാരിച്ചിട്ടില്ല. ഇല്ല, പ്രധാനമന്ത്രി സംസാരിക്കത്തില്ല. അതെന്താ? പ്രധാനമന്ത്രിക്ക് സംസാരിക്കണമെങ്കിലേ മാഡത്തിന്റെ അനുവാദം അല്ല. നോട്ട് ദ പോയിന്റ്. ഇതാ ചിലർക്ക് എത്ര വലിയ സാധനം കൊടുത്തു എന്ന് പറഞ്ഞാലും ശരി, സംസാരിക്കണമെങ്കിൽ വേറെ ആരെങ്കിലും ഹെൽപ്പ് വേണം. ഹലോ നിങ്ങൾ ആരോടെ സംസാരിക്കുന്ന അറിയാവോ? ഞാനൊന്നും സംസാരിക്കണോ? ഈ പയ്യൻ മാനം മര്യാദയ്ക്ക് കിടക്കുന്ന പരിപാടി മര്യാദയ്ക്ക് ഇറങ്ങി പോകട്ടോ. ഞാൻ കാണാൻ വേണ്ടി വന്നതാണ്. വലിയ പുള്ളിയാ. കേന്ദ്രം ഒറ്റക്കിരുന്നൊക്കെ ഭരിക്കണമെന്നായിരുന്നു പുള്ളിയുടെ വിചാരം. ഇപ്പൊ വീട്ടിൽ ഒറ്റക്കിരുന്ന് ഭരിക്കുക. മക്കളുടെ കുഴപ്പം കൊണ്ടല്ലേ ഇതില്ല. ഇതാ പറഞ്ഞ ഒന്നുള്ളതിലും ഒലക്കെ കടിച്ചു വളർത്തുന്നു. ഞാൻ പറഞ്ഞിട്ട് താൻ ആരോട് സംസാരിക്കുന്ന എനിക്കറിയോ? ഞാൻ സംസാരിക്കുന്നു ഒരാൾ. ഈ മനുഷ്യൻ ഒരു അക്ഷരം പോലും മിണ്ടാത്ത ആളായിരുന്നു. എല്ലാരും കൂടി പുള്ളിയുടെ ക്രിക്കറ്റ് കുത്തി പുള്ളി ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങിയപ്പോ നിർത്തത്തില്ല. കൂടുതൽ സംസാരിക്കല്ലേ, നാക്കുളുക്കും. അയ്യോ, ഇത് ആരായിരിക്കണം? എന്റെ പൊന്നുപോലല്ലേ വരുമെന്ന് എനിക്കറിയാം. അതൊരു മുണ്ട, അതൊരു പുതിയ മുണ്ട. എനിക്കറിയാം നീ വരുമെന്ന്. ദൈവത്തെ വിചാരിച്ചത് ഇവിടെയുള്ള ആരുടെ മുണ്ട് പറിച്ചെടുക്കല്ലേ. നിനക്ക് എത്ര മുണ്ട് വേണമെന്ന് പറഞ്ഞാലും ശരി എന്നോട് പറഞ്ഞത് ഞാൻ കാശ് കൊടുത്ത് കൊടുക്കുക. ഓക്കെ. ഹലോ
നമ്മുടെ സാറ് മമ്മൂട്ടി സാർ സാറേ സാറ് പിന്നെ ചെയർമാൻ കസേരയിലായി പോയി. ചെയർമാൻ കസേര സൂക്ഷിച്ചിരുന്നോളെ, പിടിച്ചപ്പെട്ടു കഴിഞ്ഞാൽ ചെയർ എപ്പോ പോകുന്നു പറയാൻ പറ്റത്തില്ല. ചേട്ടാ ഇപ്പൊ ഒരു ഫംഗ്ഷൻ നടക്കുക, ചുമ്മാ ഡിസ്റ്റർബ് ചെയ്യുന്നു. സംസാരിച്ചത് എനിക്കറിയാലോ, ഞാനിവിടെ സംസാരിക്കുകയല്ല ഓരോരുത്തരോടും. എനിക്കിവിടെ ആരൊക്കെ എനിക്കറിയാം. ഞാൻ പോകത്തില്ല, ഞാനിവിടെ മുഖ്യമന്ത്രി ഇവരെല്ലാരും ഉണ്ട്, എനിക്കറിയാം. ഇവരോട് ഞാൻ സംസാരിച്ചിട്ട് ഇവരെ പിന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പോ മര്യാദ കിടക്കുന്ന ഒരു പരിപാടിയാണ്. താൻ ആദ്യം അത് മനസ്സിലാക്കുക. കള്ളം കുടിച്ച് കയറി തെമ്മാട്ടിനെ വിളിച്ച് പറയരുത്. ആര് പറഞ്ഞത് പറയുന്നത്? ഇതൊക്കെ ആരാന്ന് വിചാരിച്ചിട്ടാണ് സംസാരിക്കണേ? എനിക്കറിയാന്നേ, അത് നമ്മുടെ ലീഡർ, നമ്മുടെ മുഖ്യ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് അവരൊക്കെ. ഇതോ എനിക്കറിയാം. എന്നത് എനിക്ക് തെറ്റി. ഇതൊന്നും ഒറിജിനൽ അല്ല, ഇതൊക്കെ മിമിക്രിക്കാർ ഡ്യൂപ്പുകളായിരിക്കുന്നതാ. മനസ്സിലായില്ല ഇതുവരെ? കണ്ടാ പറയുന്നില്ല, ടെക്നിക്ക് ഞാൻ പേര് ചെയ്തായിരിക്കും. പക്ഷെ സത്യത്തിൽ ഇവിടെ എന്താ പരിപാടിയാണ്? ഇവിടെ കോമഡി മിമിക്സും പിന്നെ ഞാനും എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതിന്റെ 100ാമത്തെ എപ്പിസോഡ് ആഘോഷിക്കുന്ന ഒരു വേദിയാണ്. അതിന് വേണ്ടിട്ട് കോമഡി ഒക്കെ ഉണ്ടാവുക. പിന്നെ കോമഡി ഉണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, സ്കിറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്, മിമിക്സും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അടിപൊളി പരിപാടി. അടിപൊളി പരിപാടി. അത് ശരി. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യണം, ഈ കോമഡിയും മിമിക്സും കഴിഞ്ഞിട്ട് ഈ പിന്നെ ഞാനും എന്നും പറഞ്ഞ ഒരാൾ വരത്തില്ല. പിന്നെ ഞാൻ അതാരാണ്? മോനെ കളർഫുൾ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്ന ആദ്യം കസേരയിൽ ഇങ്ങനെ വന്ന ആള്. ഇങ്ങനെ വരുന്ന ആളില്ല. പിന്നെ ഞാൻ അങ്ങനെയാണ്. അയ്യോ, അതെന്നെ ആരെന്നറിയാവോ? അതായത് ഈ കോമഡി മിമിക്സും പിന്നെ ഞാനെന്ന പ്രോഗ്രാമിലെ ഡയറക്ടറാണ് മിസ്റ്റർ KS പ്രസാദ്. അതാണ് ഈ പിന്നെ ഞാനും. ഈ പുള്ളി ഇത്രയും പേരെ വിളിച്ചിരുത്തിട്ടും ഈ പിന്നെ ഞാൻ പറഞ്ഞ ആളിങ്ങോട്ട് പിന്നെ വന്നാ പോരാ, മുന്നേ വരണം ഈ ഞാൻ. ഓക്കെ. പ്രിയമുള്ളവരെ, ഇദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം ഈ പ്രോഗ്രാമിന്റെ ഡയറക്ടറായ മിസ്റ്റർ KS പ്രസാദിനെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു.